ഹായ് ഹലോ ഓൾ, HB സയൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫസ്റ്റ് സെമസ്റ്റർ ഫിസിക്സിൻ്റെ 5ാമത് യൂണിറ്റായ ഇലാസ്റ്റിസിറ്റിയിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് റിലേഷൻ കണക്റ്റിംഗ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് പാർട്ട് 4 ആണ്. അതായത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ് ആൻഡ് ദ റിജിഡിറ്റി മോഡുലസ്. ഇതുവരെയുള്ള എല്ലാത്തിലും ആരുണ്ടായിരുന്നു? പോയ്സൺസ് റേഷ്യോ ഉണ്ടായിരുന്നു. നമുക്കിവിടെ ഇനി എന്ത് വേണ്ട, പോയ്സൺസ് റേഷ്യോ അല്ലാതെയുള്ള ബാക്കി 3 പേരുടെയും പരസ്പരമുള്ള റിലേഷൻ എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡിറൈവ് ചെയ്ത് നോക്കാം. ടോപ്പിക്കിലേക്ക് കിടക്കാം. നമുക്ക് എന്തറിയാം, എപ്പോഴും പറയുന്ന പോലെ യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ എന്താ? യങ്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു 3k ഇൻറ്റു 1 മൈനസ് 2 സിഗ്മ ആണല്ലോ ഇക്വേഷൻ നമ്പർ 1. ഇതുപോലെ തന്നെ വേറൊരു ഇക്വേഷൻ ഉണ്ട്, യങ്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, 2 ഈറ്റ ഇൻറ്റു 1 പ്ലസ് സിഗ്മ ഇക്വേഷൻ നമ്പർ 2. ഈ ഇക്വേഷൻ നമ്പർ 1 ഇനി എങ്ങനെ എഴുതാം? ഐ ക്യാൻ റീറൈറ്റ് ദ ഇക്വേഷൻ നമ്പർ 1 ലൈക്ക് ദിസ്. ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ്, ഞാൻ ഇവിടെ ഈ 3k ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു, മൾട്ടിപ്ലൈഡ് 3k ഞാൻ ഈ സൈഡിലേക്ക് കൊണ്ടുപോയി എന്ത് സംഭവിക്കും? y ബൈ 3k എന്നാവും അല്ലെ, y ബൈ 3k എന്നാവും. ഇസ് ഈക്വൽ നമുക്ക് എന്തെന്ന് കിട്ടും? ഇവിടെ ഈ 3k പോയാൽ പിന്നെ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? 1 മൈനസ് 2 സിഗ്മ മാത്രമേ ഉള്ളൂ, ഇക്വേഷൻ നമ്പർ 3 അല്ലേ. ഇനി ഇക്വേഷൻ നമ്പർ 2 ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ 2 ഇംപ്ലൈസ്, ഇവിടെ ഈ 2 ഈറ്റ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി, ദാറ്റ് ഈസ് y ബൈ 2 ഈറ്റ. ഇവിടെ ആര് മാത്രം വരും? 1 പ്ലസ് സിഗ്മ മാത്രം വരും, ഇക്വേഷൻ നമ്പർ 4. എനിക്ക് ഇക്വേഷൻ നമ്പർ 4നെയും 3നെയും സോൾവ് ചെയ്യുമ്പോൾ എനിക്കിവിടെ എന്ത് വേണ്ട? പോയ്സൺസ് റേഷ്യോ സിഗ്മയുടെ വാല്യൂ വേണ്ട. വിച്ച് മീൻസ് എനിക്ക് ഈ സിഗ്മയുടെ ടേമിനെ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. അപ്പോൾ എനിക്ക് എന്താണ് ഒരു വഴി? ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ ഈ സിഗ്മയുള്ള ടേം മുഴുവനായിട്ട് എന്ത് ചെയ്ത് പോകണം? ക്യാൻസൽ ആയിട്ട് പോകണം. അതാണ് എനിക്ക് ചെയ്യാനുള്ളത്. സോ ഇക്വേഷൻ നമ്പർ 4നെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഐ ആം മൾട്ടിപ്ലൈയിങ് ഇക്വേഷൻ നമ്പർ 4 ഇൻറ്റു 2. മൾട്ടിപ്ലൈയിങ് ഇക്വേഷൻ നമ്പർ 4 ഇൻറ്റു 2 വിച്ച് ഇംപ്ലൈസ് എനിക്ക് എന്ത് കിട്ടും? y ബൈ 2 ഈറ്റ ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 1 പ്ലസ് സിഗ്മ ഇൻറ്റു 2 ആണല്ലോ. അതായത് എനിക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ നമ്പർ 4 ഇങ്ങനെയാവും. ഇവിടുത്തെ ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ആയി പോവും. ദാറ്റ് ഈസ് y ബൈ ഈറ്റ എന്നാവും. y ബൈ ഈറ്റ എന്നാവും ഇസ് ഈക്വൽ ടു ഇവിടെ എനിക്ക് എന്ത് കിട്ടും? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 1 2 എന്ന് കിട്ടും, പ്ലസ് 2 സിഗ്മ എന്ന് കിട്ടും അല്ലേ. ഇതിന് ഇക്വേഷൻ നമ്പർ 5 എന്ന് ഞാൻ വിളിച്ചു. എൻ്റെ കയ്യിൽ ഇക്വേഷൻ നമ്പർ 3 ഉണ്ട് 5 ഉണ്ട് അല്ലേ. ഐ എം ഗോയിങ് ടു ആഡ് ഇക്വേഷൻ നമ്പർ 3 പ്ലസ് 5. ഇക്വേഷൻ നമ്പർ 3നെ ഞാൻ 5 കൊണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി പോവുക. അതെനിക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3ൻ്റെയും ഇക്വേഷൻ നമ്പർ 5ൻ്റെയും എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് സൈഡിന് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3യുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഏതാ? y ബൈ 3k. ദാറ്റ് ഈസ് y ബൈ 3k പ്ലസ് ഇവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഏതാ? y ബൈ ഈറ്റ. ഇവിടുത്തെ റൈറ്റ് സൈഡ് പറ, 1 മൈനസ് 2 സിഗ്മ പ്ലസ് ഇവിടുത്തെ റൈറ്റ് സൈഡ് 2 പ്ലസ് 2 സിഗ്മ ആണല്ലോ. ഈ മൈനസ് 2 സിഗ്മയും പ്ലസ് 2 സിഗ്മയും ക്യാൻസൽ ആയി പോകും. ഇനി നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ LCM എടുക്കണം അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ക്രോസ് മൾട്ടിപ്ലൈ എന്ത് കിട്ടും എനിക്ക്? y ഈറ്റ പ്ലസ് 3ky ഡിവൈഡഡ് ബൈ 3k ഈറ്റ എന്ന് കിട്ടും. 3k ഈറ്റ എന്ന് കിട്ടും ഇസ് ഈക്വൽ ടു 1 പ്ലസ് 2 3 എന്ന് കിട്ടും. ഐ എം ടേക്കിംഗ് 3k ഈറ്റ ടു ദിസ് സൈഡ്, സോ ഐ വിൽ ഗെറ്റ് y ഈറ്റ പ്ലസ് 3ky ഇസ് ഈക്വൽ ടു 9k ഈറ്റ എന്ന് കിട്ടും. കിട്ടത്തില്ലേ? y ഈറ്റ പ്ലസ് 3ky ഇസ് ഈക്വൽ ടു 9k ഈറ്റ. ഈ ഹോൾ ഇക്വേഷനെ ഞാൻ ഒരു yk ഈറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുക. ഐ ആം ഡിവൈഡിങ് ദിസ് ഇക്വേഷൻ. ഞാൻ ഇക്വേഷൻ നമ്പർ 6 എന്ന് വിളിച്ചു. ഡിവൈഡിങ് ഇക്വേഷൻ നമ്പർ 6 ബൈ ഇക്വേഷൻ നമ്പർ 6 ബൈ yk ഈറ്റ. സോ വാട്ട് ഹാപ്പൻസ്? ഇക്വേഷൻ നമ്പർ 6 എന്തായിരുന്നു? ഇക്വേഷൻ നമ്പർ 6 മീൻസ് y ഈറ്റ പ്ലസ് 3ky ഇസ് ഈക്വൽ ടു 9k ഈറ്റ. എല്ലാത്തിനും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം?
yk eta കൊണ്ട് ഡിവൈഡ് ചെയ്യണം. yk eta ഡിവൈഡഡ് ബൈ yk eta ഡിവൈഡഡ് ബൈ yk eta. എന്താ ക്യാൻസൽ ആയി പോവും? ഇവിടത്തെ y ക്യാൻസൽ ആയി പോവും, ഈറ്റ ക്യാൻസൽ ആയി പോവും. ദാറ്റ് ഈസ് 1/k എന്ന് കിട്ടും. 1/k പ്ലസ് ഇവിടത്തെ k ക്യാൻസൽ ആയി പോകുന്നു, y ക്യാൻസൽ ആയി പോകുന്നു, വിച്ച് മീൻസ് 3/eta എന്ന് കിട്ടും. ഇവിടെ നിന്നും k ക്യാൻസൽ ആയി പോകുന്നു, ഈറ്റ ക്യാൻസൽ ആയി പോകുന്നു. ദാറ്റ് ഈസ് 9/y എന്ന് കിട്ടും. ദിസ് ഈസ് ദ റിലേഷൻഷിപ്പ് കണക്ടിങ് k, ഈറ്റ ആൻഡ് y. മറന്നുപോലല്ലോ. ദ റിലേഷൻ കണക്ടിങ് the relation between k, eta and y. ബൾക്ക് മോഡുലസിന്റെയും റിജിഡിറ്റി മോഡുലസിന്റെയും യങ്സ് മോഡുലസിന്റെയും പരസ്പരമുള്ള റിലേഷൻ ആണ് എന്തോന്ന്? 1/k പ്ലസ് 3/eta is equal to 9/y. ക്ലിയർ അല്ലേ? മറക്കത്തില്ലല്ലോ. ഈസി അല്ലേ? സോ താങ്ക് യു ഫോർ വാച്ചിങ് HP സയൻസ് ക്ലാസ്സസ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ചോദിക്കുക. ചാനൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് HP സയൻസ് ക്ലാസ്സസ്.